ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനും കിറ്റോയും ഈ ഒരു വീട്ടിലാണ് ഇന്നലെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ ക്ലിയറായിട്ട് കാണാം കണ്ടാ. ഈ വീട് ഇന്നലെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളാകെ കുടുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ടും നമ്മളെ സ്ലീപ്പിംഗ് ബാഗും നമ്മളെല്ലാ സാധനവും എടുത്തിട്ടിട്ടായിരുന്നു. കിറ്റോ, ഗുഡ് മോർണിംഗ്. Still it's cold because it's -5. Very cold. Yeah, now it's 7 o'clock, but still it's -5. Yeah. Hi, I saw one laguna there. I can see one laguna there. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യൂ കാണുന്നുണ്ട്. ദേ ഓരോ ലേക്ക് കാണുന്നുണ്ട്. ഇതൊരു ലേക്ക് എങ്ങാണ്ടാണ്. നോക്ക്, കണ്ടാ നമ്മളെ വീട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി. എനിക്ക് വാഷ്റൂം പോകണമെങ്കിൽ കുറേ ദൂരം പോകണം തോന്നുന്നുണ്ട്. അവിടെ അടുത്തൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നാണ് ഇന്നലെ വന്നത് കേട്ടോ. അവിടെ നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് ഇന്നലെ രാത്രി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഫുള്ള് സ്നോ തന്നെയാണ് ഉള്ളത്. ഇവിടെ ആൾക്കാരുണ്ടാവും, അവരോട് ചോദിച്ചോക്കാം ടോയ്ലറ്റ് ഇവിടെ ഉണ്ടോയെന്ന്. അവരുപയോഗിക്കുന്ന ടോയ്ലറ്റ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കുട്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എടാ കുട്ട. ഗുഡ് മോർണിംഗ് എടാ. ഗുഡ് മോർണിംഗ്. എൻ്റെ ഗുഡ് മോർണിംഗ് എന്താണ്? തണുപ്പാണോ നിനക്ക്? തണുപ്പാണോ കുട്ട? അയ്യോ, മൈനസായിട്ട് ഭയങ്കര തണുപ്പ് തന്നെയാണ്. വെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ വെയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഒന്നും വെയിലായിട്ടില്ല. Hola. Hola, amiga, buenos días. Buenos días. ¿Cómo amaneciste? ¿Bien? Sí, bien, muchas gracias. Sí. Allá arriba mucho frío. Sí, aquí mucho frío. Mucho frío. Sí, dormir no, aquí. ¿Aquí Sí. caliente? Aquí caliente. Sí, qué bien, bien, qué bien. muy bien. Qué bien. ¿Tu casa, ¿Es mi casa? Sí. Sí. Mira? No. No. No? ഓക്കെ. ഞാൻ കാണട്ടെ എന്ന് ചോദിച്ചാൽ അതിന് മനസ്സിലായിട്ടാണോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവായിട്ടല്ലോ. ബാഞ്ഞോ? ¿Baño? Ahí atrás no hay aquí baño. Arriba nomás hay baño. ഓ, lejos. Lejos. Sí. Acá abajo nomás sobre piedra. Sobre piedra, donde piedras, aquí abajo nomás ya. Haz el baño. ¿Cerca? Sí. അതെന്തേ? Atrásito. അടുത്തുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ദൂരെ തന്നെ പോകണമെന്നാ. എന്താ സംഭവം? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല അവിടെ ഉണ്ട് എന്നുള്ളത്. അവിടെ അതെന്തോ ജസ്റ്റ് സാധാ ഒരു വീട്, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. കണ്ടാ? എനിക്കൊന്ന് വാഷ്റൂം പോകണം, അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്തായാലും. അവിടെ ഒരു വെള്ളം, മലയിൽ നിന്നുള്ള വെള്ളം എന്താ ഒരു പൈപ്പ് പോലെ ഇട്ടിട്ട് ഒരു വെള്ളം വരുന്നുണ്ട്. വെള്ളം കണ്ടോ ഫ്രീസ് അയക്കുന്നു. നമ്മൾ ഉറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടാ നോക്ക്, ഇത് ഫുള്ള് ഫ്രീസ് അയക്കാ. കണ്ടാ പൊട്ടില്ല. അതണ്ട മൊത്തം ഫ്രീസായി വെള്ളം വരുന്ന വെള്ളമാണിത്. കണ്ടാ ഇവിടെ വരെ ഒഴുകി, ഇവിടെ വരെ അത് ഫ്രീസായിട്ടുള്ളത് അഴുക്കും. അതാണ് ഞാൻ തൊട്ട് എന്താ പറയുക കാണിക്കാത്ത. കണ്ടാ നോക്ക്, ഫുൾ ഫ്രീസായിട്ടുള്ളത്. നമ്മളവിടെ ഉറങ്ങിയിരുന്നെങ്കിൽ നമ്മളും ഇതേപോലെ ഫ്രീസായിട്ടുണ്ടാവും. ഉറപ്പായിട്ട് ഫ്രീസാവും, സത്യം. വാഷ്റൂം പോകണോ? എങ്ങനെ അവിടെ വരെ പോകുന്ന ഓർക്കുന്നത്. ഞാനിവിടെ വാഷ്റൂമിൽ വന്നാണ് കേട്ടോ. നോക്ക്, ഇവിടെ കിടക്കുന്ന വെള്ളം കണ്ടോ, ഫ്രീസായിട്ട് കിടക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. ഫുൾ ഫ്രീസായിട്ടുള്ളതേ. ഈ വെള്ളം ഓൾറെഡി അതിൽ നിന്ന് നല്ലത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ അതിങ്ങനെ ഫ്രീസായിട്ടാണ് കിടക്കുന്നതാ. ഇവിടെയുള്ള വെള്ളം തന്നെ നോക്ക്, കണ്ടാ ഫുൾ ഐസായിട്ടുള്ളത്. കണ്ടാ ഇത്രയും വലിയ വെള്ളം. ഫോക്ക് ഇത് മൊത്തം വെള്ളമാണ്, കേൾക്കാൻ പറ്റില്ല. അതെ, അതിൻ്റെ അടിയിൽ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അത് ഫ്രീസായി. കണ്ടാ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഉറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്രീസാവും. ഇതുപോലെ തന്നെ ഫ്രീസായനെ സീരിയസ്ലി. കണ്ടാ വെള്ളം ഇങ്ങനെ ഫ്രീസാണെങ്കിൽ കണ്ടാ അതിൽ നിന്ന് ഇതിട്ട് കിട്ടുന്നു. വെയിലടിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇത്രയും വരുന്നത്, അല്ലെങ്കിൽ വരിക പോലും ഇല്ല. ഫുള്ള് വെള്ളമുള്ളത്. ബാത്റൂമിൽ ഒഴിക്കാൻ വെള്ളമില്ല, അതാണ് അവസ്ഥ. നോക്ക്, ഫുൾ സ്നോ. നമ്മളവിടെ കിടന്നിട്ട് നമ്മളെന്തായാലും അങ്ങനെ ഉണങ്ങിപ്പോയേനെ. ഇത് നോക്ക്, രാവിലെ ഫുള്ള് കുറേ ലാമേനെ പുറത്ത് വിട്ടേക്കാണ്. അതിന് അവർ പോവും.
ഓരോ സ്ഥലത്തേക്ക് അതിനെ ആടിനെ മേയാൻ വിടുന്ന പോലെ അതിനെ മേയാൻ വിടും. സംസാരിക്കാൻ പറ്റില്ല. നല്ല തണുപ്പുണ്ട്. വെയിൽ വന്നിട്ടും നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും മൈനസാണുള്ളത്. കണ്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്. അവിടുന്ന് പാക്ക് ചെയ്ത് നമ്മളിതാ ഇറങ്ങാണ്. ഇറങ്ങുന്നില്ല, ഡ്രൈ ആയിട്ട് ബ്രെഡെല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാ. അവിടെ ലൈക്ക് കാണുന്നുണ്ടോ? അത് എത്രാമത്തെയോ ലൈക്കാണ് അറിയില്ല. നമ്മൾ കറങ്ങി വേണം പോയാൽ. നമ്മളിപ്പോൾ ടെൻ്റ് വഴി കൂടെ പോയിട്ട് പിന്നെ കറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ കാണാം. 7 എണ്ണം കറക്റ്റ് എണ്ണി നോക്കാം. ഇതും ട്യൂണ കഴിക്കണം, ട്യൂണ. എന്ത് രസമാണ് കാണാനെന്നറിയോ? ഇപ്പോൾ രസം കൂടി. ആ സൈഡൊക്കെ തിളങ്ങുന്നു. കാരണം സണ്ണിങ്ങനെ അതിലേക്ക് റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങാൻ അധികം ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്കറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ട്. കാരണം വന്ന വഴിയല്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത്. കാരണം പോകുന്ന വഴി വേറെ വേറെ ലേക്ക് കണ്ട് പോകുമ്പോൾ വേറെ വഴി കൂടെ നമ്മൾ പോവാം. ഇത് 2ാമത്തെ ലേക്കാന്ന് തോന്നുന്നുണ്ട്. അപ്പുറമെല്ലാം വേറെ ലേക്ക് കാണുന്നുണ്ട്. അടിപൊളി. മിണ്ടാൻ പറ്റണല്ല. നടന്നു തുടങ്ങിയപ്പോൾ തളർന്നു തുടങ്ങി. പക്ഷെ എന്ത് രസമാണെന്നറിയോ? ശരിക്കും നീല കളറിലാണ് കാണുന്നത്. ഭയങ്കര ബ്ലൂ ആയിട്ട്. ഇവിടെ അത് എഴുതിയിട്ടുണ്ട് 2ാമത്തെ. 1ാമത്തെ കഴിഞ്ഞു, 2ാമത്തേതാ ഇതാണ് എഴുതിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് 2ാമത്തത്. ഇത് രസം അറിയോ? നല്ല ബ്ലൂ കളറിലുള്ളത്. ഇത് ശരിക്കും ബ്ലൂ. ഇത്ര നേരം ഉണ്ടായിരുന്നത് വേറെ ഏതൊക്കെയോ കളറാണ്. ഇപ്പോൾ റെഡും ബ്ലൂവും. വാവ്, എൻ്റെ അമ്മ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ? ആരുമില്ല, നമ്മൾ മാത്രം. വെള്ളത്തേക്ക് ഇറങ്ങി നീന്താൻ തോന്നുന്നു. ലൈക്ക് ടു ഫീൽസ് ലൈക്ക്. നമുക്ക് എന്ത് രസമാണ് ക്ലിയർ ആയിട്ടുള്ളിലേക്ക് കാണാം. അവിടെ ആഴം കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ഗ്രീൻ ആയിട്ട് കാണുന്നത്. നൈസ്. ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ഇത് അതിനോട് തന്നെ ചേർന്ന് അതിൻ്റെ ബാക്കിലുണ്ടോ അത് കൂടുതൽ ബ്ലൂ ആയിട്ടുള്ളത്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒന്നാക്കിയിട്ട് അവർ പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ പോകുന്ന വഴി ലാമേനെല്ലാം കുറേ കാണാം. അവിടുന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 ലേക്ക് കണ്ടു, ഇവിടെ 1 ലേക്ക് കണ്ടു. കറക്റ്റ് എണ്ണം അറിയില്ല. 7 എണ്ണം ഉണ്ട്. പക്ഷേ 7 എണ്ണം 1, 2, 3, 4 അതൊക്കെ ഏതൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും അടിപൊളി. വന്നത് വേർത്തായി. ഒരു ദിവസത്തിന് വന്നിരുന്നെങ്കിൽ ഓടിപ്പോയിട്ട് ഓടി വരാം ബാഗൊന്നും ഇല്ലാണ്ട്. പക്ഷെ ഇത് നല്ല അഡ്വഞ്ചറും നല്ല എക്സ്പീരിയൻസായി. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ രാത്രിയെല്ലാം എക്സ്ട്രീം ലെവലിൽ വേറെ ലെവലിൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് മറക്കാൻ പറ്റില്ല. 1 ടൈം ലൈഫിൽ അത്രയും സീനായിട്ടുള്ള എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങുമ്പോൾ എന്തൊരു സമാധാനം എന്നറിയോ? ലൈറ്റില്ലേ, ലൈറ്റ് കൂടുതലടിക്കുമ്പോൾ ലേക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുക. കൂടുതൽ നീലയാവും ഓരോ ആംഗിൾ നോക്കുമ്പോഴാണ്. ഇപ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ നല്ല വെയിലല്ലേ, നല്ല വെയിലായതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ കാണാം, ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഒന്നാലോചിച്ച് നോക്ക്, $100 കൊടുത്തിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ആ ഫുഡിനുള്ള പൈസ മാത്രമേ ചിലവാക്കിയുള്ളൂ. നമുക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വരും. അത്രേ ഉള്ളൂ. കുറച്ച് സ്ട്രഗിൾ കൂടുതലായിരിക്കും എന്നുള്ളൂ ബാഗെല്ലാം ആയിട്ട് വന്ന് താമസിച്ചിട്ട് പോകുമ്പോൾ. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ചെറിയൊരു വഴിയാണ് ഇവിടെ, ഇങ്ങനെ കറക്റ്റ് ഇവിടെ മാത്രം, പിന്നെ താഴേക്ക് ഇങ്ങനെ, അങ്ങനെയാണുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല നേരം പോലെ. അവളും അതെ, ഞാനും അതെ. നമ്മൾ വീടിൻ്റെ ഉള്ളിലാണ് കിടന്നത്. എന്നിട്ടും ഉറക്കം ശരിയായില്ല. തണുപ്പായതുകൊണ്ട് -10 ആയിരുന്നു. തണുപ്പ് മാത്രമല്ല, നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് ബ്രീത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്ക്, ഞാൻ താഴത്തേക്കാണ് നടക്കുന്നത്, എന്നിട്ടും എൻ്റെ ബ്രീത്ത് കണ്ടില്ലേ, ഭയങ്കര നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിൽക്കാതെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്കറിയില്ല കേട്ടോ. കറങ്ങി വേണം നമുക്ക് പോകാനായിട്ട്. എന്തായാലും വന്നത് വേർത്താണ്, വന്നത് മുതലായി എന്ന് പറയാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് ഞാൻ കാണുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് എന്ത് രസമാണെന്നറിയോ? വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഫീലൊന്നും ഉണ്ടാവില്ല. നേരിട്ടാകുമ്പോൾ അത് സീരിയസ്ലി ശരിക്കും അങ്ങനെ ഫീലാവും. നമുക്ക് ഓരോ മൗണ്ടെയിൻ കണ്ടോ, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഈ മൗണ്ടെയിൻ ഇങ്ങനെ, ഇവിടെ സ്നോ ആയിട്ട് ഇങ്ങനെ
ഇവിടെ നോക്ക്, ഇവിടെ വേറെ ഓരോ രീതിയിൽ ഓരോ പോലെയാണ്. നല്ല രസമാണ്. ഓരോന്നിനും ഓരോ കളറും ഓരോ പ്രത്യേകത ഉള്ള പോലെ തോന്നും. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ അത് കണ്ടിട്ട് നടക്കുക. അവളവിടെ പോയി, ഞാൻ ഇച്ചിരി സ്ലോ ആയി. അവൾ ഫ്രണ്ടിലേക്ക് പോയി തോന്നുന്നു. ചാർജില്ല നമ്മളെ ഫോണിൽ, ഓൾമോസ്റ്റ് തീരാനായി. പവർ ബാങ്കിൽ ഉണ്ടായിരുന്നൊക്കെ തീർന്നു. ഇവിടെ ഒന്നും ചാർജൊന്നും ഇല്ലായിരുന്നല്ലോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നിനി തിരിച്ച് താഴേക്ക് ഇറങ്ങും. അപ്പോൾ പിന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടും. കഴിഞ്ഞു. ഇത് ഈ ഒരു 7 ലേക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ താഴേക്ക് ഇറങ്ങാനുള്ളതുള്ളൂ. കണ്ടോ, ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറ്റം മുകളിലേക്ക് വരുന്നുണ്ട്. ഇതതിൻ്റെ കണ്ടിന്യൂറ്റി ആണോ അതോ അടുത്തതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് നല്ല ബ്ലൂ ആയിട്ടുള്ളത്. ശരിക്കും മുകളിൽ നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ സെയിം സൈസിൽ നിന്നിട്ടല്ലേ നമുക്കൊന്ന് അറിയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതുവഴി ഇറങ്ങണം. അപ്ഹിൽ ലോട്ട്സ് ഓഫ് അപ്ഹിൽ ഈസ് ഹാർഡ്. യാ, അയ്യോ, ഇനി മുകളിലേക്ക് കയറണം തോന്നുന്നു. അവിടെ നോക്ക്, എന്ത് രസമാണ് തിളങ്ങുന്ന കണ്ടാ. നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അവിടെ എല്ലാം സ്നോ ആയിട്ടുള്ള മൗണ്ടെയിൻ കാണുന്നത്, അതിൻ്റെ പുറകിലുള്ള മൗണ്ടെയിനിൽ ഭയങ്കര രസമാണ്. ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ അടിപൊളിയാണ്. അതിങ്ങനെ തിളങ്ങുന്ന കാണണം. ഓ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ ഒരു വാഷ്റൂമൊക്കെ കാണുന്നുണ്ട്. ഇനി ഏതാ വഴിയെന്ന് നമുക്കറിയില്ല. അവിടെ ഡയറക്ഷൻ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. യാ, there is a direction. It's down or up? Nothing? Huh? Ponton Ruta trekking. What's that? I don't understand what that is. I think there is lots of things, you know, and not even Seven Laguna. There is another trekking when we go up. I think so. Not I think so, yes. It's true, you see. I think when we go up, it's a different place. നേരെ അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ കയറി പോവാം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് എത്രയോ ഹൈറ്റിൽ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏതൊക്കെയോ വ്യൂ പോയിൻറ്റും അടിപൊളി ടോപ്പിലെല്ലാം എത്താം. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ സെവൻ ലഗൂണ സർക്യൂട്ട്, അതായത് സെവൻ ലഗൂണ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ സർക്യൂട്ട് മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഈ സമയത്ത് തന്നെ അവിടെ മൂണിനെ കാണുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്ക്, സ്കൈ നോക്ക്, ഫുൾ ബ്ലൂ സ്കൈ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഈ ടൈമിലാണ് ഏറ്റവും ബെറ്റർ ട്രക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു സെപ്റ്റംബർ മാസം, ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ. ഇപ്പോൾ ഓഗസ്റ്റാണ്. സോ കാരണം മഴ ഉണ്ടാവില്ല, നല്ല സ്കൈ ആയിരിക്കും. മറ്റത് ഒരു മഴയും അങ്ങനെ ഒരു വെതറായിരിക്കും. ട്രക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് വെതറും ഈ ഒരു ഓഗസ്റ്റ് ടൈമിലാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എല്ലാം. അതുവഴി കറങ്ങി തിരിഞ്ഞ് നമ്മളിത് 360 അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി പോവും. എനിക്ക് തോന്നുന്നു ഇനിയും കുറേ അപ്ഹില്ലുണ്ടെന്ന് ഇതുവഴി പോകുമ്പോൾ. അവിടെ കുറേ കല്ലൊക്കെ വെച്ചിട്ടുള്ള വീടുകൾ കാണാനുണ്ട്. എനിക്കൊന്ന് ലോക്കൽ ആൾക്കാർ എന്തോ കെട്ടിയതാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. Like Ausengata, you said? Ausengata is that way? There. No, there is how many days trekking? 4 days. 4 days? Yes. To the top? No, to the top. It's walking around Ausengata. Okay. Yeah. Okay. It's beautiful. There is lake? No, not lake, but There good are view. some lakes. Yeah, Okay. there are some lakes. Okay. And it's beautiful view. You alone? Yes, but I have like horseman. Okay. So he's there and he's going to Paka. Pachanta. Exactly. Pachanta. Exactly. Yeah. So Where are you from? India. 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 Yeah. Which city? I'm from Kerala. She's from Bihar. Okay, I was few times in India. Which part of India? I was in Kerala too. Oh, okay. In which part in Kerala? Yeah, like I don't remember. Okay. Long time ago, but like I was like mostly I traveled to Ladakh. Ladakh. Ladakh is like this. Yeah. Beautiful. Yeah. Yes. We were saying Ladakh is same like this. Very similar. Yeah. Similar, but a little bit dry. Yeah, More more dry. dry, Yeah. 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 But definitely beautiful. Yeah. Very beautiful for sure. Yeah. Nice, So nice. have beautiful day. Where are you from? Poland. Oh, okay, nice to meet you. See you. Yeah, see you. I told you there is a lots of trekking. Yeah. So that trekking is like 4 days. Not just Peru, entire Latin America is very popular for, like Peru, Chile and Argentina is very popular for trekking.
Bolivia full of trekking everywhere. I think South America full of trekking. Yeah, But Central America full of volcano. yeah. Still hiking. Yeah, it's hiking. I didn't done any volcano. You did not? No. I didn't felt like need to see any volcano. I don't know. I told you I don't go alone when I'm going for trekking. Yeah. So that's why I was just alone. I know when I go to trekking, lots of people I get. But it's all about package. Yeah, yeah. I have If I want to, few friends in Guatemala. without package, if I want to go, I need someone to go. I like to go with someone, like same-minded person. I have a friend in Guatemala. I'll be doing volcano hike with him. Okay. Yeah, I met him in Mexico. He lives in Guatemala. Where did you do? In Mexico City? Ah, Yeah, he was volunteering same hostel. okay. Okay, that's cool. ഇവളും ഇടയ്ക്ക് വോളണ്ടിയറിങ് ചെയ്ത് നിൽക്കാറുണ്ട്. You are volunteering 1 month, right? 20 days. 20 days. Yeah, mostly it's like I create content, Yeah. but sometimes I volunteer as well. It depends on my mood and my what I Yeah. want to do. അവൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവൾ വോളണ്ടിയറിങ്ങും ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ അവൾക്ക് ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് വോളണ്ടിയറിങ് ചെയ്യണമെങ്കിൽ ഫുഡും അക്കോമഡേഷനും കിട്ടും, നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം സമാധാനമായിട്ട്. ചെറിയ വോളണ്ടിയറിങ് അങ്ങനെ ഒരുപാട് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി മൂവിങ് അല്ലേ, വാക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോളണ്ടിയറിങ് അങ്ങനെ ചെയ്യാത്തത്. ഈ കാണുന്നതൊക്കെ കണ്ടോ, വെള്ളമാണ്, വെള്ളം ഒഴുകുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴാണത് ചെറുതായിട്ട് ഒഴുകി തുടങ്ങിയത്. മെൽട്ടായി തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ഒഴുകി, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീസായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് വെയിലടിക്കുന്നുണ്ടല്ലോ, ആ വെയിലടിച്ചിട്ട് അതിങ്ങനെ ഉരുകാൻ തുടങ്ങി. അടിപൊളി. നോക്ക് അങ്ങോട്ടൊക്കെ കണ്ടോ, പകുതി ഇങ്ങനെ വെള്ളമായിട്ട് കാണാൻ പറ്റുന്നത്. അത് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ അറിയില്ലായിരുന്നു, ഫ്രീസായിട്ട് ഒഴുകാൻ തുടങ്ങിയതുകൊണ്ടാണ് നമുക്കത് ക്ലിയർ ആയിട്ട് അറിയുന്നത്. Because we started walking from there, the same lake we are seeing again because we are taking like 360. That's why we are saying same lake again and again. But it's so beautiful. ഇത് നോക്കി എന്ത് രസാ, ചെടിയാണ്, ചെടിയിൽ മൊത്തം ഐസ് മൂടിയിരിക്കുക കണ്ടോ, അടിപൊളി. നോക്കി ചെടി ഇങ്ങനെ കെട്ടി വെച്ച പോലെ ഉണ്ട്. ആ എന്ത് രസാ, തിളകുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നോക്ക് ഈ ഒരു വ്യൂവിൽ ഇതിങ്ങനെ കാണാൻ എന്ത് രസാ. ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് മതിയാവുന്നില്ല. ആസ്വദിച്ച് നമ്മളിങ്ങനെ മരിക്കുവാണ്. അല്ല for 5 minutes it will be fun with this going in with the house. ഓ എന്ത് ക്ലിയർ വെള്ളാന്നറിയോ, ഇവിടെ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല വെള്ളമാണ് കാണുന്നത്. പക്ഷെ അങ്ങോട്ടുള്ള വെള്ളമെല്ലാം ബ്ലൂ കളറായിട്ടുള്ള, അത് ആ ബ്ലൂ ഷെയ്ഡാന്ന് തോന്നുന്നു. വെയിലടിക്കുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ബ്ലൂ ആയിട്ട് ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് പക്ക ബ്ലൂ ആയിട്ടാണ് ഈ ഒരു സംഭവം, ഈ ലേക്ക് കാണുന്നത് കേട്ടോ. ഇനിയുണ്ട് 4 ലേക്കും കൂടെ, 4 ലേക്ക് കഴിയാറായെന്ന് തോന്നുന്നു. ഈ ലേക്കിൻ്റെ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ഓരോ ഏരിയയിലും കണ്ടോ, അവിടുന്ന് കാണുമ്പോൾ വേറെ ലുക്കായിരുന്നു, ഇവിടുന്ന് കാണുമ്പോൾ വേറെ ലുക്കാ. എവിടെ നോക്കിയാലും സൂപ്പറാണ്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഒഴുകുന്ന കാണുന്നുണ്ട്. ഇപ്പോൾ ഫോഴ്സ് കൂടിയിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ മെൽട്ടായിട്ട് ഫ്രീസായി കിടന്നേ, ഇപ്പം മെൽട്ടായതുകൊണ്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. Because of the wind, and our nose is running. Yeah, it's cold. Yeah, it's very cold. But yesterday was not wind in the morning. But it's 9:30. Yesterday we start like 11, right? 11:30. That's why 11:30 we started yesterday. It's such a unique place. Like they have these dry mountains, snow, and then this green land with water. It's very unique. Yeah, everywhere. Yeah. When we walk like 1 kilometer, like 500 meters, the landscape entirely changing and beautiful. Yeah. You see, there is a small home, 3 home. You can't see. It's all same color. That's why you can't see. Yeah. ഇത് നോക്ക്, കിടിലനായിട്ടുള്ളൊരു സാധനം. നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ, കടിച്ച് തിന്നാൻ തോന്നുന്നു. ഫീൽസ് ലൈക്ക് ഗ്രീൻ ഡയമണ്ട്, യുനോ അല്ലേ, ശരിക്കും അതുപോലെ തോന്നുന്നു. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ചെറുതാണ്, കുറച്ചുള്ളൂ, ക്രിസ്റ്റൽ ക്ലിയറും
വെള്ളം ഇങ്ങനെ തിളങ്ങുന്നു. എന്ത് രസമാണെന്നറിയോ, ഭയങ്കര അടിപൊളി. നോക്ക് എന്ത് രസമാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി. ഇതാണ് ഏറ്റവും രസം എന്ന് തോന്നുന്നു. ഒരു പ്രത്യേക രസമുണ്ട്. ചെറിയ ആഴമുള്ളൂ, പക്ഷെ ഇങ്ങനെ ഉള്ളിലൊക്കെ നമുക്കിങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ ഒരാളൊക്കെ മുങ്ങുന്നുണ്ടാവും, എന്നാൽ പോലും ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറും ഭയങ്കര രസമുള്ള ലേക്ക്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കണ്ടിട്ട് എനിക്കിങ്ങനെ മതിയാവുന്നില്ല കേട്ടോ, എന്ത് രസമാണ്. ഓ ശരിക്കും മനസ്സെന്നാ പറയുന്നത്. ഈ ലേക്കിൻ്റെ പേര് ഫീമെയിൽ ഒത്രോങ്കോ എന്നാണ്. 4600 നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് വേറെ ലെവലാ. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ലോകത്ത് ആൺകുട്ടികളെക്കാൾ കാണാൻ ഭംഗി പെൺകുട്ടികളാണെന്ന്. അതുകൊണ്ടായിരിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലേക്കിന് ഒരു ഫീമെയിൽ ഒത്രോങ്കോ ലേക്ക് എന്ന് പേരിട്ടത്. ശരിക്കും ഇത് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, സീരിയസ്ലി ഞാൻ പറയാണ്. ഇത് ഗ്രീൻ കളറിൽ ഉള്ളിലൊക്കെ വൈറ്റ് ഡയമണ്ടും എന്തൊക്കെയോ ഡയമണ്ട് തിളങ്ങുന്ന പോലൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു ലേക്കാണ്. ദ ബെസ്റ്റ്. അവൾക്കും അതുപോലെ തന്നെയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി നമ്മൾ ഇറങ്ങിയിരുന്നെങ്കിൽ അവൾ പറഞ്ഞു നമ്മൾ മരിച്ചു പോകും, ലേക്ക് കാണുന്നതാണോ മരിച്ചു പോകുന്നതാണോ നല്ലതെന്നൊക്കെ. എന്നിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, എന്തായാലും നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റി. അതാണ് ഞാൻ അവളോട് പറഞ്ഞ് ഇന്നലെ അവിടെ നോക്കുക സ്റ്റേ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു, കാരണം രാത്രി എന്തായാലും നമുക്കിത് കാണാനും പറ്റില്ല. നമ്മൾ വേറെ വഴി കൂടെയാണ് പോവുകയും ചെയ്തിട്ടുണ്ടാവുക. എന്നാലും now it's good. If we I can't even talk. Yesterday if we left this place we can't even see this heaven, right? This is heaven only. Yeah, this is heaven. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ലേക്കും അതിൻ്റെ അടുത്ത ലേക്കും തൊട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഒരു നോർമൽ ലേക്ക്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഗ്രീനും യെല്ലോയും ആൽഗെ പോലെ കിടക്കുന്നുണ്ട്. ഇറ്റ്സ് ആൽഗെ, കൈൻഡ് ഓഫ് ആൽഗെ. ആൽഗയും പല ടൈപ്പ് പ്ലാന്റ്സും ഇങ്ങനെ അടിയിലുണ്ട്, അത് നമുക്ക് കാണാം. ഇറ്റ്സ് നോട്ട് ഡീപ്പ്, ജസ്റ്റ് സ്മോൾ ലേക്ക്. I think only the first and the second lake were deep. First and second is very big and very deep. അവരിങ്ങനെ കവർ ചെയ്ത് കയറ് പോലെ കെട്ടി വെച്ചുകൊണ്ട് നമുക്കറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷനാവും. ഇതേത് ലേക്ക് അതേത് ലേക്ക് അങ്ങനെ. ഇതുണ്ടോ, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിഭാഗം കാണാം. പക്ഷേ ഡീപ്പായിട്ടുള്ളതിൽ നല്ല ബ്ലൂ ആണ് കാണുന്നത്, കാരണം അത് നല്ല ഡീപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഓക്കെ, കണ്ടാ അവിടെയൊക്കെ ഗ്രീൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ എല്ലാ ലേക്കും നല്ല രസമാണ് കാണാൻ. This is also beautiful. Everything is beautiful. The another, I think this is more deep. It looks like very deep. ഈ കാണുന്ന നല്ല ആഴുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. It's deep only. Oh, this is so blue. Oh, it's very deep. We can see from here. You see? This one is deep. It's very deep. I think that area is more deep, more blue. Like too much blue, right? Like your t-shirt. Yeah, the same color. But here we can see, but still here it's very deep. Here ഇവിടെ തന്നെ നമ്മളെ മുങ്ങിപ്പോവും. ഞാനെല്ലാം അങ്ങോട്ടെല്ലാം അപ്പോൾ നല്ല മുങ്ങിപ്പോവും. ഇതും നല്ല രസമുണ്ട്. എന്ത് രസമാണ്, നീല കളറ്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഡീപ്പ് ഈ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം മറ്റതെല്ലാം ഒരു ഇച്ചിരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് അവിടേക്ക് ശരിക്കും ബ്ലൂ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വാവ്, എന്തായാലും എത്ര രസമല്ലേ. 7 ലഗൂണാസ് എത്രാമത്തെയാ? ഇതാണ്, ഈ കാണുന്നതാണ് ഇത്. സോ ഇത് 6ാമത്തെ ലേക്കാണ്. സോ 7ാമത്തെ ലാസ്റ്റ്. ഇവിടെ എത്തിയപ്പോൾ 4606 കുറഞ്ഞു വരുന്നുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് നടന്നല്ലോ. അതിനിടയിലൊക്കെ കണ്ടോ ചെറിയ ചെറിയ ലേക്കുകൾ ഇങ്ങനെ കാണാം. 4500 4570 മീറ്ററായി, കുറഞ്ഞു വരിക. പക്ഷെ ഇത് നല്ല രസമാണ് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ, കടിച്ച് തിന്നാൻ തോന്നും. അയ്യോ ഇത് എന്തോരം ആഴാ, നല്ല ആഴം തോന്നുന്നുണ്ട് ശരിക്കും. ഇതിലൊന്നും എന്തായാലും ആരും ഇറക്കൂല, അതുകൊണ്ട് അവർ കെട്ടിയിട്ടേക്കുന്നത്. ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇതാണ് നമ്മൾ അവസാനത്തെ ലേക്ക്, ഫൈനൽ ലേക്ക്. അവിടെ ഒരാൾ ക്യാമ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടെൻ്റൊക്കെയാണെന്ന് തോന്നുന്നു. കാറ്റൊന്നും ഉള്ളിൽ കയറുന്നില്ല കണ്ടിട്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. സോ നമ്മളെ ഫൈനലാണ്. ഇനി ഇത് കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. നല്ല കാറ്റിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ നല്ല വലുതാണ്. നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിരുന്നത്.
അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു തന്ന ലേക്കാണ് ഈ ലേക്ക്. പക്ഷെ രാവിലെ ലേറ്റ് വെയിൽ വരുന്നതിന് മുന്നേ ഞാൻ തോന്നുന്നു ഞാൻ കാണിച്ചു. വെയിൽ വന്നപ്പോൾ നീലയായി. വെയിലില്ലെങ്കിൽ വേറെ കളറും, വെയിലുണ്ടെങ്കിൽ വേറെ കളറും. വെയിലുണ്ടെങ്കിൽ ശരിക്കും നല്ല ബ്ലൂ. ഇപ്പോൾ കാണുന്നില്ലേ, നല്ല ബ്ലൂ ആയിട്ട് കാണുന്നില്ലേ? കണ്ടോ, ഓരോ ആംഗിളിൽ നിന്ന് ഓരോ ലുക്കല്ലേ. ആ ലാസ്റ്റ് തന്നെയാണിത്. അവിടെ നോക്കുമ്പോൾ നല്ല നീല, ഇവിടെ നോക്കുമ്പോൾ വേറെ നീല, മുകളിൽ നോക്കുമ്പോൾ വേറെ കളറ്. ഓരോ സ്ഥലത്തും ഓരോ കളറാ. ഓ ഇവിടെ കണ്ടാ, ഇവിടെ ഒരുമാതിരി വൈറ്റ് ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഓ ഇവിടെ കടയൊക്കെ ഉണ്ട്. ദർ ഇസ് എ ഷോപ്പ്. യാ അടിപൊളി, കൊള്ളാട്ടാ. ഈ ലാസ്റ്റ് വ്യൂ എല്ലാ ലേക്കും അടിപൊളി. എനിക്ക് ആ ചെറിയ ലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചെറുതൊരെണ്ണുണ്ടായില്ലേ ഗ്രീൻ കളറിൽ, അത് ബ്ലൂ അല്ല ഗ്രീനാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ എന്താ ഉള്ളത്? ഹലോ, ബിസ്ക്കറ്റ്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഒന്ന് കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഗ്യാസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ പിള്ളേരേ ഉള്ളൂ, ഈ സമയത്ത് ആരും വരില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ 4550 ആയിട്ടോ ആൾട്ടിറ്റ്യൂഡ് മീറ്റർ. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ ഇന്നാണെങ്കിൽ നല്ല കാറ്റ്. ടു മച്ച് വിൻഡ്. വിയന്തോ റൈറ്റ്, വിയന്തോ, ദേ കോൾ വിയന്തോ. ഓ അവിടെയൊക്കെ നല്ല സ്നോ മൂടി കിടക്കുന്ന ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ച് അപ്പ് ഹില്ലാണ്, അത് കഴിഞ്ഞാൽ ഫുൾ ഡൗൺ ഹില്ലാണ്. ഇനി അപ്പ് ഹില്ലില്ല, ഡൗൺ ഹില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ അവിടെ നിന്ന് ആ ഒരു വീട് കണ്ടു, ചെറിയൊരു വീട് പോലത്തെ സാധനം, അങ്ങനെ കറങ്ങി 360 അടിച്ചിട്ടാണ് ഇതുവഴി വരുന്നത്. ഇനി ഇതുവഴി നമ്മൾ ഇറങ്ങി പോകുന്നു. ഐ എം തിങ്കിങ് വാട്ട് ഈസ് ദിസ്? Like this is not for tourists, right? Camping gears? Yeah. Oh. Okay, the big camping. Yeah. Big camping gears, right? That with the good backpack. You see? The girl said. Huh? Yeah. Okay, I understand. With the guide, they will come. I understand. It will be more expensive. Yeah. I think many days camp. It's not single day. Food, everything. Yeah. Oh, the gas stove. Yeah. They are also tired, right? Yeah. They are also tired. They're crying. Sometimes I feel sad. I feel very sad for them. Not Yeah. sometimes. I always feel sad. Yeah, but you know, sometimes they just walk without people or without this. That's okay. That is okay. That's what I'm saying. But Yeah. with this, you see the gas stove. It's Yeah. very heavy. Not even gas stove. Everything. You know. And I mean, the heavy is still okay, but if they are being fed properly, like given proper And food and I always think, if they can talk, they will tell I can't do it, Yeah. right? yeah, They are like slaves. they are slaves. Yeah. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ പോലും വഴിയിൽ കാണില്ല. അതെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെല്ലാം ഒരുപാട് പേരുണ്ടായിരുന്നു, ഇന്ന് ആരുമില്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എവിടെ പോയി എല്ലാവരും? നമ്മളിതാ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഫുഡ് കഴിക്കണം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോൾ ഹവള് എന്താണ് റൈസും പിന്നെ കീൻവേയും പിന്നെ എന്താണ്ട് പൊട്ടാറ്റോ ഒക്കെ പറഞ്ഞിട്ട്, ഞാൻ ചിക്കനും പിന്നെ സലാഡും ഇതെല്ലാം. ക്യൂക്കംബർ. Why you are always Just doubtful. Sometimes they add. vegetarians are always doubtful, right? They are. What is this? The food looks super nice. Yeah. How's it? It's good. Really Okay. good. അവൾക്ക് 10 souls, എനിക്ക് 15 souls. She asked me 15 souls earlier. I asked for discount. No. She asked me 15 souls. I asked already discount first. Yeah, but I don't know when, because I told her that make 15 Yeah. for me. Yeah. See, അവൾക്ക് അത്രയും ഫുഡ് ഉണ്ടായിട്ട് എനിക്ക് ഇത്ര ഫുഡ് സെയിമാണ് ഫുഡ്. പക്ഷെ എന്നാലും അവള് ഡിസ്കൗണ്ട് വെച്ചപ്പോൾ അവൾക്ക് തന്നു, എനിക്ക് ഡിസ്കൗണ്ട് തന്നില്ല. ഫുഡൊക്കെ കഴിച്ച് അവിടെ പൈസ എല്ലാം കൊടുത്ത് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതൊരു ടാക്സി എടുത്തിട്ടുണ്ട്. സോ ടാക്സി ഈസ് 10 souls, right? Yeah. ഒരാൾക്ക് 10 soul ആണ് വരുന്നത്. ഇവിടുന്ന് ഒരു ടിങ്കെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വരെ പോകണം. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ബസ് എടുത്തിട്ട് കുസ്കോലേക്ക്. അതൊരു ലോങ് ജേർണി ആയിരിക്കും. ഓ ഭയങ്കര ടയേർഡ്, മൊത്തത്തിൽ വെരി ടയേർഡ്. It's very tiring. My whole body is paining. My whole body. Because of the backpack also, no? Yeah, back is paining, calves is paining, knees, everything is paining. So ഈ വില്ലേജിൻ്റെ അടുത്തൊക്കെ ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. കുസ്കോല എപ്പോൾ എത്തും എന്നറിയില്ല. We will reach at night, I think. How far it is? I don't know. 5 hours? Just checking the map.
Ask him. We will get the bus to go to Cusco. His English is not very good and Yeah. his Spanish is a bit difficult. I understand. Just check in the map how far it is. It's 5 hours in that day, no? Oh, in the map it shows 3.5 hours. So it will be 5. Because of the traffic. Yeah. In the car it's 3.5 hours. നമ്മളിതാ ടിങ്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട്. വെള്ളം മേടിക്കണം, നമുക്ക് വെള്ളമില്ല നമ്മുടെ കയ്യിൽ. അവളവിടെ പോയി ചേട്ടാ ദേ പോണു. ഭയങ്കര ടയർഡാട്ടോ ഞാൻ. ഇവിടെ ഉള്ളൊരു ചെറിയ മാർക്കറ്റാണ് കാണുന്നത്. ഫുള്ള് ഇവിടുത്തെ ആൾക്കാരെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏജുള്ള ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ടിങ്കേന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഫുഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. കുറേ എന്തൊക്കെയോ ഡ്രിങ്കുകളുണ്ട്. ഓ എന്താ വലിയ മാർക്കറ്റാട്ടോ ഇത്. നല്ല ഫുഡാന്ന് തോന്നുന്നു. മൊത്തം ഫുഡ് പോലെ ഉണ്ട്. ഓ വെജിറ്റബിളും ഫ്രൂട്ട്സും. യാ സോ ഗുഡ്. കുസ്കോയിലേക്ക് തിരിച്ചു പോകാനുള്ള ബസ്സിൽ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഓ ടയർഡായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ ചൂടെടുക്കാം. ഭയങ്കര ചൂട്. ഇവിടുന്നാ വെള്ളം വരുന്നത്. വെള്ളം തീർന്നിരിക്കുക. വെള്ളം മേടിക്കണം. ഇനി എത്ര മണിക്കൂർ എടുക്കുന്നറിയില്ല. അതെല്ലാവരും നിർത്തി പയ്യാണ് പോവുള്ളൂ. ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാനിത് എൻ്റെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇനി 2 ബസ് കൂടെ എനിക്ക് ഇവിടുന്ന് കയറാനുണ്ട്. പെട്ടെന്നാണ് ഞാനിവിടെ എത്തിയപ്പോൾ ഇറങ്ങിയത് കുറച്ചുകൂടെ പുറകിലേക്കാണ്. വീണ്ടും എനിക്ക് അപ്പുറയാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവളോട് ബായ് പറയാൻ പറ്റിയില്ല. അവൾ ഓൾറെഡി ഇതാ കുസ്കോയിലേക്ക് സെൻറ്ററിലേക്ക് പോയിട്ടുണ്ട്. അവൾ സെൻറ്ററിലാണ് താമസിക്കുന്നത്, ഞാൻ കുറച്ച് ഔട്ടറിലും. സോ ബായ് പറയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നാളെ എന്തായാലും വീണ്ടും കാണും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇനി ബസ് നോക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. ഇവിടുന്ന് എങ്ങനെയാണ് പോകാമെന്നുള്ളത്. ഞാൻ തിരിച്ചെൻ്റെ റൂമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാട്ടാ. ഈ ഡോഗ്സ് ആണെങ്കിൽ ഒടുക്കത്തെ കുറയാണല്ലോ. ഇവിടെ റോഡാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടേക്കുവാണല്ലോ. നടക്കാനുള്ള വഴിയും കാണുന്നില്ല. മൊത്തം ക്ലോസ്ഡാ. ഏത് വഴിയാണ് ഞാൻ പോവാ? ഇതുവഴി തന്നെ തോന്നുന്നു. പോയേക്കാം. മൈൻഡ് ചെയ്യണ്ട. ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായിട്ടോടെ നെറ്റ്വർക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യണം. ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ രാത്രി സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഇതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.